ജുക്കിയുടെ പവർ മെഷീൻ്റെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ബോബൻ കേസിനുണ്ട്. ബോബൻ കേസ് നമ്മളിടുന്ന ബോബൻ ബൈൻഡർ, ഈ ബൈൻഡർ ലൂസായി പോകും എപ്പോഴും. എല്ലാവരും പറയും ഇത് 2-3 കാരണം. ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലേസിങ് വന്നാലും ഇത് വരും. ഈ നമ്മളിത് ഇടുന്നിടം ഈ ഇടുന്ന ഭാഗത്ത് ഒത്തിരി ബോബൻ ഇട്ടിട്ട് ഗ്ലേസിങ് വന്നാലും ചുറ്റാൻ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ച് ഈ മേളിലോട്ട് തന്നെ വെക്കുക. വെച്ചിട്ട് ഇത് കാണുന്നുണ്ട്, ഇതിൻ്റെ ഏറ്റവും ഇവിടെ ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവർ ഇടിക്കല് ഈ കട്ടിയുള്ള ഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ ഇറക്കിയിട്ട് മെല്ലെ ഇങ്ങനൊന്ന് തിരിച്ച് തള്ളിക്കൊടുക്കണം. കുറച്ച് ഇവിടെ ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. ഇവിടെ തിക്കാൻ പാടില്ല. ഇവിടെ ഇത് ഇങ്ങനെ കയറ്റിയിടാം. അപ്പം ഒരു കാരണവശാലും ഇത് ലൂസായി പോകത്തേയില്ല. നൂലും കറക്റ്റായിട്ട് ചുറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുണ്ട്, നമ്മൾ ഇവിടെ 1-2 സ്ക്രൂ ഉണ്ട്. ഈ രണ്ട് സ്ക്രൂ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റ് ലൂസായി കഴിയുമ്പോൾ ഇത് നമുക്ക് മുമ്പോട്ടും പുറകോട്ടും ഈ പ്ലേറ്റ് തന്നെ നമുക്ക് നീക്കാം. ഈ പ്ലേറ്റ് തന്നെ നമുക്ക് ഈ 2 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് മുമ്പോട്ടും നീക്കാം, പുറകോട്ടും തൂക്കാം. പിന്നെ ബോബൻ സെറ്റായി നൂല് കറക്റ്റായിട്ട് ചുറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രൂ ഇല്ല, ഇത് അരിച്ചെടുത്ത് കൊടുത്തിട്ട് ഈ ഒരു സാധനം കുറച്ചും കൂടെ തള്ളിയിട്ട് പിടിപ്പിച്ചാൽ ബോബൻ ചിലപ്പോൾ ഇങ്ങനെ ബോബൻ ഫുള്ളായാൽ പോലും ബോബൻ ഫുള്ളായാൽ പോലും ഇത് റിവേഴ്സ് ഇങ്ങനെ അടിക്കത്തില്ല. ഞാൻ വിളിച്ചു ബോബൻ ഫുള്ളായി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റിവേഴ്സ് അടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു സാധനമില്ലേ ഇതൊരു ശക്കല അഴിച്ചിട്ട് മുമ്പോട്ട് വളച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ബോബൻ ഇങ്ങനെ അഴിച്ചിട്ട് അത് ശകലം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബോബൻ ഫുള്ളായ ഉടൻ തന്നെ ഇത് റിവേഴ്സ് അടിച്ചോളും കേട്ടോ. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ചാനലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.